Dakshina showcases the way of living at Sarang. Calicut യൂണിവേഴ്സിറ്റിയുടെ FYUGP ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള AEC1 എന്ന കോഴ്സിൽ കോമൺ കോഴ്സ് ഫോർ ലാംഗ്വേജസിലുള്ള ഒരു ചാപ്റ്ററാണ് ദക്ഷിണ ഷോക്കേസസ് ദ വേ ഓഫ് ലിവിങ് അറ്റ് സാരംഗ്. ഈ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു ഫുഡ് വ്ളോഗാണ്. നിങ്ങൾ ലിസിക്കയൊക്കെ അറിയുന്നുണ്ടാവും. ലിസിക്ക ഒരു ചൈനീസ് വുമണാണ്. അവർ ചൈനയിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് നല്ല ഡെലിഷ്യസ് ഡിഷസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചക്ക, മാങ്ങ, അതുപോലെ ചേമ്പ്, ചേന, ഇത് കൊണ്ടൊക്കെ നല്ല ഡെലിഷ്യസ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് വ്ളോഗാണ് ഈ ദക്ഷിണ. ഇപ്പം ഇവിടെ ഈ ദക്ഷിണയിലൂടെ ആക്ച്വലി കാണുന്നത് സാരംഗ് അവരവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല, ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ് അവിടെ കിട്ടുന്നത്, ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ. അപ്പം അവരുടെ ഒരു ലിവിങ് സ്റ്റൈൽ കൂടെയാണ് ഈ ദക്ഷിണയിലൂടെ അവർ കാണിക്കുന്നത്. സാരംഗ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് സ്കൂൾ ഇൻ പാലക്കാട് which was founded by the teacher couple ഗോപാലകൃഷ്ണൻ ആൻഡ് വിജയലക്ഷ്മി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് സ്കൂൾ. ഇറ്റ് ഈസ് നോട്ട് ദ ഫോർമൽ എഡ്യൂക്കേഷൻ, പക്ഷേ ഒരു വേറെ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അതവിടെ സ്ഥാപിച്ചിട്ടുള്ള ആളുകളാണ് ടീച്ചർ കപ്പിളായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അതുപോലെ വിജയലക്ഷ്മി. Sarang is not just a school but a way of life, deeply rooted in nature and traditional practices. ഇപ്പോൾ സാരംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സ്കൂൾ, നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു സ്കൂളല്ല, നേരെ മറിച്ച് ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ട്രഡിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പാരമ്പര്യം, ഇതൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ കുറേ ഇംഗ്ലീഷോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നുമല്ല, ഒക്കെ ട്രഡീഷണൽ ഒരു പ്ലേ ആൻഡ് വേ മെത്തേഡിലും അതുപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ദ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ദക്ഷിണ വിച്ച് ഡോക്യുമെന്റ്സ് ആൻഡ് ഷെയർസ് ദ യുണീക്ക് ലൈഫ് സ്റ്റൈൽ അറ്റ് സാരംഗ്, ഇൻക്ലൂഡിംഗ് their educational approach, cultural traditions and sustainable practices. നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അവരാണ് ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ തുടങ്ങിയത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എ ട്രൈബ്യൂട്ട് ഓർ ദക്ഷിണ ടു ബോത്ത് വിജയലക്ഷ്മി ആൻഡ് ഗോപാലകൃഷ്ണൻ. അവർ നമ്മൾ പറഞ്ഞു വളരെ നല്ല ഒരു ടീച്ചേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ വിജയലക്ഷ്മിക്ക് ഒരുപാട് ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അത് പക്ഷെ അവരവിടെയും ആ റെസിപ്പികളൊന്നും നോട്ട് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ സ്റ്റുഡൻസ് വിചാരിച്ചു ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലാസ്റ്റ് ഫോർ എവർ. അതിനു വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് നമ്മുടെ ഈ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവിടെ സാരംഗിലെ ലൈഫ് സ്റ്റൈലിനോടൊപ്പം എഡ്യൂക്കേഷണൽ അപ്രോച്ച്, ഏത് രീതിയിലാണ് അവരുടെ എഡ്യൂക്കേഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ കൾച്ചറൽ ട്രഡീഷൻസ്, നമ്മുടെ കൾച്ചർ, ഇപ്പോൾ ചിലപ്പോൾ ഉപ്പുമാങ്ങ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഓരോ കാലത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ ഓർ ട്രഡീഷൻ. അപ്പോൾ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, നമ്മളിങ്ങനെ ഒരുപാട് നോൺ വെജ് കഴിക്കാതെ ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ ദക്ഷിണ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലൈഫ് അറ്റ് സാരംഗ്, എ യുണീക്ക് വേ ഓഫ് ലേണിംഗ് ആൻഡ് ലിവിങ്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ലേണിംഗ് ബൈ ലിവിങ്, ജീവിതത്തിലൂടെ പഠിക്കുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുക. അതാണ് സാരംഗിൽ സംഭവിക്കുന്നത്. സ്റ്റുഡൻസ് ലേൺ ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്സ് rather than a standard curriculum. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ കാണുന്ന പോലെ ഒരു കരിക്കുലോ ഒരു സിലബസോ ഒന്നും വെച്ചിട്ടല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ സാധ്യമാവുന്നത്. നേരെ മറിച്ച് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുമാണ്. The founders created Sarang as a place where children could grow up surrounded by nature, learning life skills, arts and academics in an integrated, holistic manner. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള കുറേ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെയൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്,
ത്രൂ പ്രാക്ടീസസ്. ഇപ്പൊ അതിൽ വിജയലക്ഷ്മി ടീച്ചർ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് അവര് സോഡിയം ക്ലോറൈഡ് പഠിക്കുന്നത് അടുക്കളയിൽ വെച്ചിട്ടാണ്. അതായത് കാണിച്ചു കൊടുക്കുകയാണ്, ദിസ് ഇസ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ എല്ലാം എന്താ പറയാ കൂടി ചേർന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ പഠിക്കുന്നത്. അതുപോലെ അവിടെ പഠിക്കുന്നത് എന്താണ്, ലേണിംഗ് ലൈഫ് സ്കിൽസ്, നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, ആർട്സ് പഠിക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ സയൻസ് നമ്മൾ പറഞ്ഞില്ലേ ആ രീതിയിൽ, അതുപോലെ മാത്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അവർ ഈ ദക്ഷിണ അല്ലെങ്കിൽ അതൊരു സാരംഗ് എന്ന് പറയുന്നത് 12 ഏക്കേഴ്സിൽ ഒരു ഗ്രീനറി പറഞ്ഞു വെച്ചാൽ അത്രയും വെജിറ്റബിൾസ്, ഇറ്റ്സ് ആക്ച്വലി ആൻ ഓർച്ചാർഡ് അല്ലെ, ഒരു തോട്ടാണ്, ഒരുപാട് പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ ഉള്ള ഒരു തോട്ടാണ്. അപ്പോൾ അവിടെയാണ് അത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ് ആളുകൾക്ക് അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അവിടെ കിട്ടുന്നത്. പ്രിസർവിംഗ് ട്രഡീഷൻസ്, ഉറുമ്പൂട്ടൽ ആൻഡ് മോർ. ഇനി പറയുന്നത് ഇവർ എങ്ങനെയാണ് ട്രഡീഷൻ പ്രിസർവ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആചാരങ്ങളും ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ എന്ത് ചെയ്യാണ്, ഈ ദക്ഷിണയിലൂടെ അവർ വീണ്ടും റിവൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഉറുമ്പൂട്ടൽ. ഉറുമ്പൂട്ടൽ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുന്ന പോലെ ഉറുമ്പ് മീൻസ് ഉറുമ്പ് തന്നെ, ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ്, ഭക്ഷണം കൊടുക്കുക. Okay, some cultural traditions are preserved at Sarang, such as Urumbootal, an ancient ritual of feeding ants during Tiruvonam. അപ്പോൾ തിരുവോണത്തിനാണ് അങ്ങനെ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. Dakshina captures these lesser known practices, ensuring they are documented and shared with a wider audience. അപ്പോൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്, ഒരു വൈഡർ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ, അവർക്ക് മനസ്സിലാവാൻ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന്. Emphasize the importance of these traditions in maintaining cultural continuity and teaching younger generation about their heritage. അപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയില്ല ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി വരാൻ പോണ തലമുറയ്ക്കോ, അപ്പോൾ അവരിലേക്കും കൂടെ ഇങ്ങനത്തെ ട്രഡീഷൻസ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദക്ഷിണയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളിത് കണ്ടതിന് ശേഷം എന്താണ് ആ ഇംഗ്ലീഷ് വേർഷനും കൂടെ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.